ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ഉടുതുണി പറിച്ചവൻ മാസ്ക് മാറ്റാതിരിക്കുമോ എന്ന യാഥാർത്ഥ്യം പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മുടെ സകല കാര്യങ്ങളും ദൈവം അറിയുന്നവനാണ്. ഇസ്രായേൽക്കാരുടെ കൊടും പാപത്തിന് അതനുസരിച്ച് ശിക്ഷ നൽകിയവനാണ് ദൈവം. അതുകൊണ്ട് കാപഠ്യത്തിൽ നാം ജീവിച്ചാൽ ദൈവം അതറിയും, അതിന് ശിക്ഷ ഉണ്ടാകും എന്നുള്ളതാണ് ഈ ഒരു വിഷയം കൊണ്ട് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത്. എൻ്റെ കണ്ണ് തുറപ്പിച്ച ഒരു കാര്യം, ഒരിക്കൽ മനസ്സറിവില്ലാത്ത ചില കാര്യങ്ങൾ എൻ്റെ മേലും ആരോപിക്കപ്പെട്ട് അതിൻ്റെതായിട്ടുള്ള ഒരു വിഷമത്തിലൂടെ കടന്നു പോയപ്പോൾ ഞാൻ തന്നെ ദൈവത്തോട് പ്രാർത്ഥനയിൽ ചോദിച്ച ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടിങ്ങനെ? നമുക്ക് മനസ്സറിവില്ലാത്ത കാര്യം, എന്നിട്ട് എന്തുകൊണ്ട് ഇതിൻ്റെ പേരിൽ ഒരു ഹ്യൂമിലിയേഷൻ, ഒരു തെറ്റായ ധാരണ, അങ്ങനെ ചോദിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം എനിക്ക് തന്ന, അല്ലെങ്കിൽ ദൈവം എന്നെ കേൾപ്പിച്ച ഒരു സ്വരം, ഞാൻ വേണമെങ്കിൽ ഇക്കാര്യത്തിൽ നീ നിരപരാധിയാണെന്ന് ഞാൻ സ്ഥാപിക്കാം. പക്ഷെ ഒരു കാര്യം, നീ ചെയ്ത പല കാര്യങ്ങളും, പരമരഹസ്യമായിട്ട് ചെയ്ത പല കാര്യങ്ങളും ഞാൻ അത് വെളിച്ചത്ത് കൊണ്ടുവന്നാലോ? പിന്നീട് ഞാൻ ഈ ഒരു കാര്യത്തിന്റെ പേരിൽ ഒരു പരാതിയും പറഞ്ഞു. ഞാനിരുന്ന് ചിന്തിക്കാൻ തുടങ്ങി. ശരിയാണ്, നമുക്ക് മനസ്സറിവില്ലാത്ത ചില കാര്യങ്ങൾ, തെറ്റായ കുറ്റാരോപണങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നേക്കാം. പക്ഷെ അവിടെയും നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും, നമ്മളായിട്ട് ചെയ്ത എത്രയോ കാര്യങ്ങൾ വെളിച്ചത്ത് വരാതെ, മറ്റാരും അറിയാതെ നമ്മുടെ മുഖം രക്ഷിക്കാനായിട്ട് നമുക്ക് സാധിച്ചു. അതേക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പരാതി പറയാൻ തോന്നില്ല എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. നമുക്കിത് മനസ്സിൽ വെച്ചുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ മനസ്സിലാക്കാം വചന വെളിച്ചത്തിൽ. ഒന്നാമത്തെ കാര്യം, ഇസ്രായേൽക്കാർക്ക് ദൈവം കൊടുത്ത ഒരു മുന്നറിയിപ്പ് ദൈവവചനത്തിൽ നമ്മൾ കാണുന്നു. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇസ്രായേൽക്കാർക്ക് ദൈവം കൊടുത്ത ഒരു മുന്നറിയിപ്പ് യെരമ്യായുടെ പുസ്തകം 13-ാം അധ്യായത്തിലാണ് നമ്മളത് കാണുക. 15 മുതലുള്ള വചനങ്ങൾ എടുത്താൽ ജെറൂസലേമിന് മുന്നറിയിപ്പ്, ഇതാണ് അതിന്റെ തലക്കെട്ട് തന്നെ. അതിന്റെ താഴേക്ക് വായിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 13-ന്റെ 26-ാമത്തെ വചനം പറയാണ്, നിന്റെ ഉടുതുണി ഞാൻ ഉരിഞ്ഞു മാറ്റും, നിന്റെ നഗ്നത വെളിവാക്കപ്പെടും. കാരണം നിന്റെ മ്ലേച്ഛത, വ്യഭിചാരം, വിഷയാസക്തി, സീൽക്കാരം, കാമാന്തമായ വേശ്യാവൃത്തി, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് വന്ന തെറ്റ്, പാപപ്രവർത്തികള്. ഞാൻ അതിനെ കർത്താവ് പറയാണ്, നിന്റെ ഉടുതുണി ഞാൻ ഉരിഞ്ഞു മാറ്റി നിന്റെ നഗ്നത വെളിവാക്കും. അതൊരു ചെറിയ ശിക്ഷയല്ല എന്നുള്ളത് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നീ എന്നാണ് വിശുദ്ധയാവുക എന്ന് അവിടെ ചോദിച്ചിരിക്കുന്നതും നമുക്ക് കാണാൻ പറ്റും. വിഗ്രഹാരാധനയ്ക്ക് നൽകപ്പെട്ട ചില ശീർഷകങ്ങൾ, അതൊക്കെയാണ് ഈ പദപ്രയോഗങ്ങളിൽ നമ്മൾ കാണുക. ഇതെല്ലാം കർത്താവ് പറയാനുള്ള കാരണം അവരുടെ വിഗ്രഹാരാധന, അതിനെ വ്യഭിചാരമെന്ന്, വേശ്യാവൃത്തി എന്നെല്ലാം ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിനുള്ള ശിക്ഷയാണ് അവരുടെ ഉടുതുണി പറിക്കും എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, ദൈവം എപ്പോഴും നിശബ്ദനായിരിക്കില്ല. ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ കർത്താവ് ഉടനടി പ്രതികരിക്കുന്നില്ല. ചില ആൾക്കാർ തന്നെ ചോദിച്ചു കേട്ടിട്ടുണ്ട്, എന്തുകൊണ്ട് ഇതെല്ലാം സംഭവിച്ചിട്ട് ദൈവം അഗ്നി ഇറക്കി അവരെ നശിപ്പിക്കുന്നില്ല? ചില സമയത്ത് ദൈവം നിശബ്ദനായിരിക്കും, പക്ഷെ എപ്പോഴും അങ്ങനെ നിശബ്ദനായിരുന്നോളും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പുറപ്പാട് 32-ാം അധ്യായം 10 മുതൽ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, കാളക്കുട്ടിയെ വാർത്ത് അതിന്റെ മുമ്പിൽ ആരാധന നടത്തുന്ന ദൈവജനം, വിഗ്രഹാരാധനയിലേക്ക് പോയ ദൈവജനം, ദൈവം പറഞ്ഞൊരു കാര്യം മോശയോട് പറഞ്ഞു, എന്നെ തടയരുത്, ഞാൻ അവരെ ശിക്ഷിക്കാൻ പോവുകയാണ്, എന്റെ ക്രോധം ജ്വലിക്കട്ടെ, നീ എന്നെ തടയരുത് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ചില അവസരങ്ങളിൽ ദൈവം തന്റെ രോഷം പ്രകടമാക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്റെ ക്രോധം ആളിക്കത്തി അവരെ വിഴുങ്ങിക്കളയട്ടെ എന്നാണ് അവിടെ കർത്താവ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എപ്പോഴും കർത്താവ് നിശബ്ദനായിരിക്കണമെന്നില്ല. സംഖ്യ 11-ാം അധ്യായം 16 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, ഇസ്രായേൽക്കാര് പരാതി പരിഭവം പറഞ്ഞു. ഞങ്ങൾ ഈജിപ്തിലായിരുന്നപ്പോൾ അവിടെ ഉള്ളി ഉണ്ടായിരുന്നു, വെള്ളരിക്ക ഉണ്ടായിരുന്നു, ഇറച്ചി ഉണ്ടായിരുന്നു, അതിൻ്റെയൊക്കെ മണം ഇപ്പോഴും ഞങ്ങളുടെ മനസ്സിലുണ്ട്, ഞങ്ങളുടെ മൂക്കിലുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു രംഗം. കർത്താവ് പറഞ്ഞൊരു കാര്യം, ഈ നന്ദികെട്ട ജനത്തിന് ഞാൻ ഭക്ഷണം കൊടുക്കാൻ പോവാം. കുറച്ചൊന്നുമല്ല, ഏറ്റവും നല്ല ഇറച്ചി ഞാൻ കൊടുക്കും. അത് ഏതാനും ദിവസത്തേക്ക് കഴിക്കാനുള്ളതൊന്നും അല്ല. അവര് കഴിച്ച് മൂക്കിലൂടെ ഓക്കാനിക്കുന്നതും വരെ ഞാൻ അവരെ തീറ്റിക്കും എന്ന് പറയുന്ന ഒരു വചനഭാഗം സംഖ്യ 11-16 മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. പറയുന്നുണ്ട്, എപ്പോഴും ദൈവം നിശബ്ദനായിരിക്കില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. മൂന്നാമതായിട്ട്, ഈ മുഖം മൂടി, ഞാൻ പറഞ്ഞല്ലോ, ഉടുതുണി പറിച്ചവൻ മുഖം മൂടി മാറ്റാതിരിക്കോ, മാസ്ക് മാറ്റാതിരിക്കോ? ഉറപ്പായിട്ടും മാറ്റിയിരിക്കും. ഈ മുഖം മൂടി എന്ന് പറയുന്നത് നമ്മൾ കാപഠ്യത്തിൽ ജീവിക്കുന്നതാണ്. നമുക്ക് ദൈവത്തിന്റെ കണ്ണുകളിൽ നിന്ന് ഒന്നും മറച്ചു വെക്കാൻ പറ്റില്ല. സകലതും കാണുന്നവനാണ്, അറിയുന്നവനാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് കപടനാട്യക്കാരെ കർത്താവ് ശിക്ഷിക്കും എന്നുള്ളത് കർത്താവിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. സങ്കീർത്തനം 119 113-ാമത്തെ വചനം, കാപഠ്യം ദൈവം വെറുക്കുന്ന കാര്യമാണ്. റോമാ 12-ന്റെ 3-ാമത്തെ വചനം പൗലോസ് പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവിനാൽ പ്രേരിതനായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഉള്ളതിനേക്കാൾ കൂടുതൽ മേന്മ ആരും ഭാവിക്കരുത്. ഇല്ലാത്തത് നമ്മൾ ഉണ്ടാക്കി
മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് വചനം നമ്മെ പഠിപ്പിക്കുക. സുഭാഷിതങ്ങൾ 16:2 17:3 വായിച്ചാൽ അവിടെ പറയുന്നുണ്ട്, കർത്താവ് ഹൃദയം പരിശോധിക്കുന്നവനാണ്, ഉള്ളറിയുന്നവനാണ് കർത്താവ്. നമ്മുടെ ഉള്ളിലിരിപ്പ് ദൈവം അറിഞ്ഞിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. പ്രഭാഷകൻ 42:20 വായിച്ചാൽ, ഒരു ചിന്തയും ദൈവത്തിന് അജ്ഞാതമല്ല, ഒരു വാക്കും ദൈവം കേൾക്കാതെ പോകില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവത്തിൽ നിന്നും ഒന്നും മറച്ചു വെക്കാൻ പറ്റില്ല. സഭാപ്രസംഗൻ 12:14 വചനം പറയുന്നുണ്ട്, വിധി ദിവസം സംഭവിക്കാനിരിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ ചെയ്ത സകല നിഗൂഢ പ്രവൃത്തികളും നല്ലതായിരിക്കട്ടെ ചീത്തയായിരിക്കട്ടെ അതെല്ലാം നീതിപീഠത്തിന്മേൽ ദൈവം കൊണ്ടുവന്നിരിക്കും. പറയുണ്ട്, ദൈവത്തിന് മുമ്പിൽ ദൈവത്തിന്റെ കണ്ണുകളിൽ കുറ്റമറ്റവരാകുക എന്നതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ ഒരു സന്ദേശം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് ജീവിക്കുവാൻ നമുക്ക് തീരുമാനമെടുത്തുകൊണ്ട് പ്രതിഷ്ഠാ ജപത്തിനായിട്ട് ഒരുങ്ങാം. നമ്മൾ ഒരു കോമൺ നിയോഗമായിട്ട് വയ്ക്കുന്നത് കുറ്റവാളികളുടെ മാനസാന്തരം. സർവ്വ നന്മകളുടെയും ഉടയവനും ഉറവിടവുമായ ദൈവമേ, അങ്ങയുടെ വചനം ധ്യാനിച്ച ഞങ്ങളെ വചനം ജീവിക്കുന്നവരും ആ വചനം പ്രചരിപ്പിക്കുന്നവരുമാക്കണമേ. വചനം ആദരിക്കുന്നവർക്ക് ഉത്കർഷം ലഭിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ദൈവമേ, ഞങ്ങൾക്ക് ആവശ്യമായ സന്തോഷവും അഭിവൃദ്ധിയും ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഞങ്ങളുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചു തരണമേ. അങ്ങയെ സ്നേഹിക്കാനും പരസ്പരം സ്നേഹിക്കാനും ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. നമ്മുടെ പ്രത്യേക ആവശ്യങ്ങളും പ്രാർത്ഥനാ നിയോഗവും ഈ അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്ഥലത്ത് കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദവും നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ നാമം ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവം അനുവദിക്കുന്നെങ്കിൽ മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമ്മൾ ഒന്നിക്കും. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.